ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാലാമത്തെ ഷോയ്ക്ക് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് കൊല്ലം കടയ്ക്കൽ സാക്ഷ്യം വഹിച്ചത്. അന്ന് ആ ഷോയുടെ ഭാഗമായി ഗവർണർക്കെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച 13 SFI പ്രവർത്തകർക്ക് ജയിലിനുള്ളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. ആ 13 SFI പ്രവർത്തകർക്കും ഇപ്പോഴിതാ 72 മണിക്കൂറിനകം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ SFI പ്രവർത്തകർ അറസ്റ്റിലാകുന്ന വേളയിൽ വലിയ രീതിയിൽ ഉയർന്നു വന്ന 2 തരം കരച്ചിലുണ്ട്. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ കരച്ചിൽ ഉയർന്നു വന്നത്. ഒന്നാമത്തെ കരച്ചിൽ സെക്ഷൻ 124 IPC ചുമത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഈ SFI പ്രവർത്തകർക്കൊന്നും അടുത്ത കാലത്തൊന്നും ജാമ്യം ലഭിക്കില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കരച്ചിൽ. പക്ഷേ ആ സംഘ അനുകൂലികളുടെ കരച്ചിലിന് ആയുസ് ഇന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ. 72 മണിക്കൂറിനകം SFIയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി SFI പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. SFI പ്രവർത്തകർ പ്രധാനമായും അഭിഭാഷകരിലൂടെ ഉന്നയിച്ച വാദം ഈ 124 നിലനിൽക്കില്ല എന്നതാണ്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത്, ഒന്ന്, ഗവർണറുടെ വാഹന വ്യൂഹത്തിനോ ഗവർണറുടെ വാഹനത്തിനോ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഗവർണറാണ് വാഹനം നിർത്തി പുറത്തിറങ്ങുന്നത്, അല്ലാതെ ഗവർണറുടെ വാഹനം ആരും തടഞ്ഞിട്ടില്ല. 2, ഗവർണറെ കായികമായി ആക്രമിക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാര്യം ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകഴിട്ടുള്ളതാകണം. ഗവർണറുടെ വാഹനത്തിനരികെ ഒരു SFI പ്രവർത്തകൻ പോലും ഉണ്ടായിരുന്നില്ല. ഗവർണറാണ് വാഹനം നിർത്തി പുറത്തിറങ്ങി വന്ന് SFI പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്തത്. മൂന്നാമത്തെ കാര്യം, പോലീസ് തീർത്ത ബാരിക്കേഡിനുള്ളിൽ നിന്നാണ് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഒരു പ്രവർത്തകൻ പോലും ആ ബാരിക്കേഡിന് പുറത്ത് വരികയോ ഗവർണറുടെ വാഹനത്തിന് അടുത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 124 IPC നിലനിൽക്കില്ല എന്ന SFI പ്രവർത്തകരുടെ വാദം കോടതി ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുകയായി. അപ്പോൾ 124 IPC ചുമത്തിയാൽ പിന്നെ ജാമ്യമേ ലഭിക്കില്ല എന്ന സംഘപ്രവർത്തകരുടെ കരച്ചിലിന് മറുപടിയായിട്ടുണ്ട്. രണ്ടാമത്തെ കരച്ചിൽ ഈ SFI പ്രവർത്തകരുടെ ഭാവിയെ ഓർത്താണ്. അതിനുള്ള മറുപടി വളരെ ലളിതമാണ്. സ്വന്തം ജീവിതം, സ്വന്തം സ്വപ്നങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ എന്ന് മാത്രം ചിന്തിച്ച് പരിചയമുള്ള BJP RSS പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കേസ് വന്ന് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ നിലവിളി ശബ്ദമിട്ട് ആംബുലൻസ് തേടിയവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. സ്വന്തം നന്മയ്ക്കും സ്വന്തം സ്വപ്നങ്ങൾക്കും സ്വന്തം ജീവിതത്തിനും മുകളിൽ ഈ SFI പ്രവർത്തകർ അവർ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നന്മയെ കാണുന്നുണ്ട്. ആ പൊതു നന്മയാണ് അവർക്ക് സ്വന്തം ജീവിതത്തെക്കാൾ വിലയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാം മറന്നുകൊണ്ട് ഗവർണർക്കെതിരെ ഇത്ര ശക്തമായൊരു പ്രതിഷേധം തെരുവിൽ തീർക്കുന്നത്. ഇത് SFIയുടെ ഇനിയും തുടരാൻ പോകുന്ന സമരങ്ങളുടെ ഒരു അധ്യായം മാത്രമാണെന്നാണ് SFI നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും ഗവർണറുമായുള്ള സമരം തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് അവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. വെറുതെ ഒരു രാത്രി SFI എന്ന പ്രസ്ഥാനം ഗവർണർക്കെതിരെ സമരം നടത്തിക്കളയാമെന്ന് പറഞ്ഞ് പുറത്തു വന്നവരല്ല. അവർ വ്യക്തമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു SFIക്ക് ഗവർണർക്കെതിരെ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്? SFI പ്രവർത്തകർക്ക് എന്തെങ്കിലും അവകാശം നിഷേധിച്ചത് കൊണ്ടല്ല. കേരളത്തിന്റെ സർവകലാശാലകളെ, കേരളത്തിന്റെ അഭിമാനമായ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തുന്ന നീക്കത്തിനെതിരെയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. സർവകലാശാല നൽകിയ ലിസ്റ്റിൽ നിന്നുള്ള മെരിറ്റോറിയസ് ആയ വിദ്യാർത്ഥികളെ, 1ാം റാങ്കും 2ാം റാങ്കും നേടിയ വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് ABVPയുടെ പ്രവർത്തകരെയും നേതാക്കളെയും സെനറ്റിലേക്ക് കുത്തിത്തിരികാനുള്ള ഗവർണറുടെ കുടില നീക്കത്തിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ SFI ഉറച്ചു തന്നെയാണ്. അവർ ഒരടി പോലും ഇതിൽ പിന്നോട്ട് പോകില്ല എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഗവർണറുടെ ഇത്തരം ഗവർണറുടെ ഈ ഷോകൾ ആരംഭിക്കുന്നത് തന്നെ ഒരു SFI പ്രതിഷേധത്തിൽ നിന്നാണല്ലോ. ആദ്യത്തെ ഷോ തിരുവനന്തപുരത്തെ SFI പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ വാഹനത്തിൽ നിന്നെല്ലാം പുറത്തിറങ്ങി അവർക്ക് നേരെ പാഞ്ഞെടുത്ത് ഒരു നീണ്ട ഷോ അദ്ദേഹം നടത്തിയിരുന്നു. രണ്ടാമത്തെ ഷോ നയപ്രഖ്യാപന പ്രസംഗത്തിന് നിയമസഭയിൽ എത്തിയപ്പോഴായിരുന്നു. ഒരു ഗവർണർ എന്ന നിലയിൽ തനിക്കൊരു ഭരണഘടനാ ഉത്തരവാദിത്തം ഉണ്ട് എന്നതുപോലെ മറന്നുകൊണ്ടാണ് ഗവർണർ അന്ന്
നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് വേഗം അവിടെ നിന്ന് മടങ്ങിയത്. മൂന്നാമത്തെ ഷോ റിപ്പബ്ലിക് ദിന പരേഡിനിടെയായിരുന്നു. റിപ്പബ്ലിക് ദിന വിരുന്നിനായി സംസ്ഥാന സർക്കാരിൽ നിന്നും വലിയൊരു തുക, ലക്ഷങ്ങൾ വരുന്ന തുക എഴുതിയെടുക്കാൻ ഒരു മടിയുമില്ലാത്ത, ചോദിച്ചു വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ റിപ്പബ്ലിക് ദിന പരിപാടിക്കെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖം നൽകാൻ പോലും താല്പര്യമില്ലായിരുന്നു എന്നത് നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ഗവർണറുടെ ഈ ഷോകൾ ഇനിയും തുടരുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി അദ്ദേഹം CRPFന്റെ സംരക്ഷണ വലയിൽ നിന്നുകൊണ്ടുള്ള ഷോകളായിരിക്കും നടത്താൻ സാധ്യത. എന്തായാലും SFI പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലമേലിൽ അറസ്റ്റിലായ 13 SFI പ്രവർത്തകർ, 2 വനിതകൾ ഉൾപ്പെടെ 13 SFI പ്രവർത്തകർക്കും ഇപ്പോൾ 72 മണിക്കൂറിനകം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്.